തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശമായ പെരുമാതുറയിലെ ഒരു പൊഴിയാണ് മുതലപ്പൊഴി. വാമനപുരം പുഴ കഠിനംകുളം കായൽ വഴി കടലിൽ പതിക്കുന്ന സ്ഥലമാണ് ഇവിടം. ശംഖുമുഖം വേളി തുമ്പ റോഡ് നേരെ ചെന്നെത്തുന്നത് മുതലപ്പൊഴിയിലാണ്. മുതലപ്പൊഴിയുമായി ബന്ധപ്പെട്ടിപ്പോൾ നിത്യേന എന്ന വണ്ണം വാർത്തകൾ വരുന്നതെല്ലാം തന്നെ മുതലപ്പൊഴിയിൽ മത്സ്യബന്ധന ബോട്ടുകൾ അപകടത്തിൽപ്പെടുന്ന വാർത്തകളാണ്. നിരവധി പേരുടെ ജീവൻ ഈ പൊഴിയിൽ വള്ളം മറിഞ്ഞ് നഷ്ടമായ വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു. ഇന്നും ഒരു ബോട്ട് ഇവിടെ അപകടത്തിൽപ്പെട്ട വാർത്തയാണ് രാവിലെ തന്നെ വന്നത്. 16 പേരടങ്ങുന്ന ബുറാക്ക് എന്ന വള്ളമാണ് മറിഞ്ഞത്. വർക്കല സ്വദേശികളാണ് ഈ വള്ളത്തിൽ ഉണ്ടായിരുന്നത്. മത്സ്യബന്ധനത്തിന് പോകവേ ശക്തമായ തിരമാലയിൽപ്പെട്ട് വള്ളം മറയുകയായിരുന്നു. അപകടമുണ്ടായപ്പോൾ തന്നെ രക്ഷാപ്രവർത്തനത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നതിനാൽ അപകടത്തിന്റെ തീവ്രത കുറയ്ക്കാനായി മുതലപ്പൊഴിയിൽ ഒരുക്കിയിട്ടുള്ള മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ 3 ബോട്ടുകൾ അഴിമുഖത്ത് പട്രോളിംഗ് നടത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം വേഗത്തിൽ പൂർത്തിയാക്കാനായി മത്സ്യത്തൊഴിലാളികളും മറൈൻ എൻഫോഴ്സ്മെന്റുമാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. കഠിനംകുളം കായലും അറബിക്കടലും കൂടിച്ചേരുന്ന മുതലപ്പൊഴിയിൽ 2006 പുലിമുട്ട് നിർമ്മാണം നടത്തുന്നത്. പുലിമുട്ടിന്റെ നിർമ്മാണം പൂർത്തിയായതിനു ശേഷം ഈ സ്ഥലത്ത് ഉണ്ടായ 125 അപകടങ്ങളിൽപ്പെട്ട് ഇതുവരെ 69 മത്സ്യത്തൊഴിലാളികളാണ് മരണപ്പെട്ടത്. 700-ലേറെ പേർ പരിക്കേറ്റും കഴിയുന്നുണ്ട്. പുലിമുട്ടിന്റെ അശാസ്ത്രീയമായ നിർമ്മാണ രീതിയാണ് ഭൂരിഭാഗം പേരുടെയും മരണത്തിന് കാരണമാകുന്നത് എന്നാണ് പ്രധാനമായി ഉയരുന്ന ഒരാക്ഷേപം. ഉയർന്നു പോകുന്ന തിരമാലകളിൽപ്പെട്ട് ബോട്ടുകളുടെ നിയന്ത്രണം തെറ്റുന്നു. തുടർന്ന് തിരയുടെ ശക്തിയിൽപ്പെട്ട് ബോട്ട് പൊഴിയുടെ 2 ഭാഗത്തുമുള്ള പാറക്കല്ലിലും ടെട്രാപോഡിലും തട്ടി ഇടിച്ച് തകരും. പാറക്കല്ലുകളിൽ തലയിടിച്ചാണ് ഏറെ പേർക്കും മരണം സംഭവിക്കുന്നത്. അപകടത്തിൽപ്പെടുന്നവരെ ഉടനടി രക്ഷിക്കാനുള്ള സുരക്ഷാ സംവിധാനങ്ങളുടെ അപര്യാപ്തതയാണ് ഇത്രയധികം പേർ ഇവിടെ മരിക്കാൻ കാരണം എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. മുതലപ്പൊഴിയിൽ പാറയും മണലും നീക്കാനുള്ള ജോലികൾ എന്തായാലും ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. 22 മീറ്റർ ദൂരമുള്ള ക്രെയിൻ ഉപയോഗിച്ച് കല്ലുകൾ നീക്കുന്ന ജോലിയാണ് ഇപ്പോൾ നടക്കുന്നത്. പൊഴിക്ക് സമീപമുള്ള കല്ല് മാറ്റിയ ശേഷം വലിയ ക്രെയിൻ എത്തിച്ച് കടലിലേക്ക് ഇറങ്ങിക്കിടക്കുന്ന വലിയ പാറകൾ നീക്കം ചെയ്യും എന്നാണ് റിപ്പോർട്ട്. ഇപ്പോൾ ഇവിടെയുള്ള ക്രെയിൻ ഉപയോഗിച്ച് കല്ല് പുറത്തെടുക്കുന്നത് വളരെ പ്രയാസം നേരിട്ടാണ് എന്നാണ് തൊഴിലാളികൾ പറയുന്നു. വരും ദിവസങ്ങളിൽ ഡ്രഡ്ജർ എത്തിച്ച് മണൽ പൂർണ്ണമായും മാറ്റി പൊഴിക്ക് ആഴം കൂട്ടുന്ന ജോലി തുടങ്ങും. വളരെ വേഗം പണി പൂർത്തിയാക്കുമെന്ന് മന്ത്രിസഭാ ഉപസമിതി ഉറപ്പുകൊടുത്തിട്ടും ജോലി നീണ്ടുപോകുന്നതിൽ മത്സ്യത്തൊഴിലാളികൾ ഇതിനോടകം തന്നെ അതൃപ്തി പറഞ്ഞിട്ടുണ്ട്. പണി പെട്ടെന്ന് പൂർത്തിയായില്ലെങ്കിൽ പ്രതിഷേധം നടത്തുമെന്നും തൊഴിലാളികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.